വ്യോമയാന ചരിത്രത്തിലെ പുതിയൊരു സുവർണ യുഗത്തിന് തുടക്കമിട്ട് യുഎസ്. അമേരിക്കൻ ഭൂപ്രദേശങ്ങൾക്ക് മുകളിലൂടെയുള്ള സിവിലിയൻ സൂപ്പർസോണിക് വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന 53 വർഷം പഴക്കമുള്ള നിരോധനം നീക്കാൻ യുഎസ് ഭരണകൂടം ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചു. ശബ്ദത്തെക്കാൾ വേഗതയിൽ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീതിതമായ സോണിക് ബൂം ശബ്ദ മലിനീകരണത്തെ തുടർന്ന് 1973 അമേരിക്ക ഈ നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ സാങ്കേതിക വിദ്യയിലെ വൻ മുന്നേറ്റം കണക്കിലെടുത്ത് ഈ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമം മാറ്റിയെഴുതുകയാണെന്ന് യുഎസ് ഗതാഗത സെക്രട്ടറി സീൻ പി ഡഫി പ്രഖ്യാപിച്ചു. ഒരു വിമാനം ശബ്ദത്തിന്റെ വേഗതയെ മറികടക്കുമ്പോൾ വായുവിൽ വൻതോതിലുള്ള മർദ്ദ വ്യത്യാസം ഉണ്ടാവുകയും അത് ഭൂമിയിൽ ഇടിമിന്നൽ പോലുള്ള വലിയ സ്ഫോടന ശബ്ദമായി അനുഭവപ്പെടുകയും ചെയ്യും. 1960കളിൽ യുഎസ് സൈന്യം നടത്തിയ പരീക്ഷണ പറക്കലുകൾ നഗരങ്ങളിലെ ജനാലകൾ തകരാനും കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാനും ഇടയാക്കി. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് കരഭൂമിക്ക് മുകളിലൂടെയുള്ള സൂപ്പർസോണിക് സിവിലിയൻ യാത്രകൾ 1973 അമേരിക്ക പൂർണ്ണമായും നിരോധിച്ചത്. വിഖ്യാതമായ കോൺകോർഡ് വിമാനങ്ങൾക്ക് പോലും സമുദ്രങ്ങൾക്ക് മുകളിലൂടെ മാത്രമേ ശബ്ദവേഗതയിൽ പറക്കാൻ അനുമതിയുണ്ടായിരുന്നുള്ളൂ. വിമാനങ്ങളുടെ ശബ്ദ നിലവാരം അളക്കുന്ന പുതിയ നോയിസ് അധിഷ്ഠിത സർട്ടിഫിക്കേഷൻ മാനദണ്ഡം FAA അവതരിപ്പിച്ചതോടെയാണ് യുഎസിന്റെ ഈ പുതിയ തീരുമാനം. ഈ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാകുന്നതോടെ അന്താരാഷ്ട്ര യാത്രാ സമയങ്ങൾ പകുതിയായി കുറയും. നിലവിൽ 7 മണിക്കൂറിലധികം എടുക്കുന്ന വാഷിംഗ്ടണിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്ര വെറും 4 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. FAA നിലവിൽ പ്രഖ്യാപിച്ച താൽക്കാലിക നിയമങ്ങൾക്കൊപ്പം ഈ വർഷം അവസാനത്തോടെ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുമുള്ള ശബ്ദപരിധി നിശ്ചയിക്കുന്ന രണ്ടാമത്തെ നിയമവും കൊണ്ടുവരും. 2027 മധ്യത്തോടെ ഈ 2 നിയമങ്ങളും പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നതോടെ വിമാന നിർമ്മാതാക്കൾക്ക് തങ്ങളുടെ വാണിജ്യ സൂപ്പർസോണിക് വിമാനങ്ങളായ ഓവർച്ചർ പോലുള്ളവയുടെ നിർമ്മാണം വേഗത്തിലാക്കാനാകും. വരും ദശകത്തിൽ സാധാരണക്കാർക്കും ശബ്ദവേഗതയിൽ ലോകം ചുറ്റാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. അതേസമയം നാസയുടെ X-59 പരീക്ഷണ വിമാനം അതിന്റെ പറക്കൽ പരീക്ഷണ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നിനായി തയ്യാറെടുക്കുകയാണ്. അടുത്ത പറക്കൽ പരമ്പരയിൽ വിമാനത്തിന്റെ ശബ്ദവേഗതയ്ക്കപ്പുറമുള്ള ആദ്യ യാത്രയും ദൗത്യത്തിന്റെ ഭാവി ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായ നിരവധി പ്രധാന പരീക്ഷണങ്ങളും ഉൾപ്പെടും. അടുത്തതായി വരുന്നത് ഈ അതുല്യ വിമാനം സൂപ്പർസോണിക് പറക്കൽ നടത്തുന്ന ആദ്യ സംഭവമാണ്. നാസയുടെ ലോ ബൂം ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷന്റെ പ്രോജക്ട് മാനേജർ കാത്തി ബാം പറഞ്ഞു. X-59 രൂപകൽപ്പന ചെയ്ത ദൗത്യ സാഹചര്യങ്ങളുടെ പരീക്ഷണ പോയിന്റിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. മാസങ്ങൾ നീണ്ടുനിന്ന ഫ്ലൈറ്റ് ടെസ്റ്റുകൾക്ക് ശേഷം മെയ് അവസാനത്തോടെ X-59 ടീം സമീപകാല പുരോഗതിയുടെ അവലോകനം പൂർത്തിയാക്കി. ഇപ്പോൾ കൂടുതൽ വേഗതയും ഉയർന്ന ഉയരവും ഉൾപ്പെടുന്ന പുതിയ പരീക്ഷണങ്ങളിലേക്ക് നീങ്ങുകയാണ്. നിശബ്ദ സൂപ്പർസോണിക് ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഡേറ്റ ശേഖരിക്കാൻ ലക്ഷ്യമിടുന്ന നാസയുടെ ക്വസ്റ്റ് ദൗത്യത്തിനാവശ്യമായ പ്രവർത്തന സാഹചര്യങ്ങൾ വിമാനം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിലയിരുത്താൻ എഞ്ചിനീയർമാരെ ഈ ഫ്ലൈറ്റുകൾ സഹായിക്കും. ഏകദേശം 43,000 അടി ഉയരത്തിൽ മണിക്കൂറിൽ 630 mph കൂടുതൽ വേഗതയിൽ പറക്കാൻ വിമാനത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പ്രോഗ്രാമിന് ഒരു പ്രധാന നേട്ടമായി അടയാളപ്പെടുത്തുന്നു. തുടർന്ന് വിമാനം ഏകദേശം 55,000 അടിയിൽ മാക് 1.4 വേഗതയിൽ മിഷൻ കണ്ടീഷനുകൾ ഉപയോഗിച്ച് പറക്കാൻ ശ്രമിക്കും. ഭാവി പരീക്ഷണങ്ങൾ യുഎസ് കമ്മ്യൂണിറ്റികൾക്ക് മുകളിലൂടെ X-59 പറക്കുമ്പോൾ നാസ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രകടന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാൽ ആ ലക്ഷ്യങ്ങൾ പ്രത്യേകിച്ചും പ്രധാനമാണ്. ആ പറക്കലുകളിൽ വിമാനത്തിന്റെ നിശബ്ദമായ സോണിക് ടം ശബ്ദത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ പ്രതികരണം ശേഖരിക്കാൻ ഗവേഷകർ പ്രതീക്ഷിക്കുന്നു. സാധാരണയായി സൂപ്പർസോണിക് പറക്കലുമായി ബന്ധപ്പെട്ട തടസ്സപ്പെടുന്ന സോണിക് ബൂം കുറയ്ക്കുന്നതിനായി X-59 പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെങ്കിലും വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ ആ കഴിവ് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല. ഈ ഘട്ടത്തിൽ വിമാനം ഒരു പരമ്പരാഗത സൂപ്പർസോണിക് ചേസ് വിമാനത്തിനൊപ്പം പറക്കും. X-59 പുറപ്പെടുവിക്കുന്ന ഏതൊരു നിശബ്ദ ശബ്ദവും ചേസ് വിമാനം സൃഷ്ടിക്കുന്ന ഉച്ചത്തിലുള്ള സോണിക് ബൂമുകൾ മറയ്ക്കും. ഈ വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ ചേസ് വിമാനത്തിൽ ഒരു പ്രത്യേക ഷോക്ക് സെൻസിംഗ് പ്രോബ് ഉണ്ടായിരിക്കും. ഇത് ഗവേഷകർക്ക് X-59 ഷോക്ക് തരംഗങ്ങൾ അളക്കാൻ തുടങ്ങും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.